കോട്ടയം എസ് മെഡിക്കൽ സെന്റർ ആശുപത്രിയിലെ മുറിയിൽ നിന്ന് മോഷണം നടത്തിയ തിരുവനന്തപുരം സ്വദേശി അമീർ ഹംസയെ പോലീസ് പിടികൂടിയിരുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ എങ്ങനെയാണ് പിടിയിലായതെന്ന് കാണാം സ്റ്റോറിയിലേക്ക്. കഴിഞ്ഞ മാസമാണ് പനച്ചിക്കാട് സ്വദേശി അമ്പിളി ബാലകൃഷ്ണൻ പനി ബാധിച്ച കുഞ്ഞുമായി ആശുപത്രിയിലെത്തിയത്. മരുന്ന് വാങ്ങുന്നതിനായി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയ സമയം പ്രതി മുറിയിൽ അതിക്രമിച്ചു കയറി ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 1.25 ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും ആധാർ കാർഡ്, ലൈസൻസ് അടക്കമുള്ള രേഖകളും മോഷ്ടിച്ചത്. മോഷണത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. ഇതിനിടയിൽ കൊല്ലത്ത് നിന്ന് പോസ്റ്റലായി അമ്പിളിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ്സിലേക്ക് അയച്ചു നൽകി. ഷോൾഡർ ബാഗിനകത്താണ് ഞാൻ ഈ പേഴ്സ് വെച്ചിരുന്നത്. അപ്പോൾ ആ സാധനങ്ങളും അതിനകത്ത് തന്നെയായിരുന്നു. അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ചേട്ടൻ പെട്ടെന്ന് വന്ന് അപ്പം തന്നെ പോയി പരാതി കൊടുത്തു. പിറ്റേ ദിവസം മൊഴിയെടുത്ത് അവർ FIR രജിസ്റ്റർ ചെയ്തായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് പോസ്റ്റിൽ കള്ളം തന്നെ അയച്ചു തന്നു. ഇതോടെ കൊല്ലം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. പിടിയിലായ അമീർ ഹംസയെ ചോദ്യം ചെയ്തതിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഒരു ജ്വല്ലറിയിൽ വിട്ടെന്ന് കണ്ടെത്തി. ലൈസൻസ് അയച്ചു നൽകിയത് അമീർ തന്നെയാണോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ന്യൂസ് മലയാളം, കോട്ടയം.